വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO എല്ലാ വർഷവും ആ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന അസുഖങ്ങളുടെ ഒരു ലിസ്റ്റ് പുറത്തുവിടാറുണ്ട്. ആ ലിസ്റ്റിൽ ഏതൊരു വർഷത്തെ കണക്കെടുത്ത് നോക്കിയാലും ഒന്നാമതായി നിൽക്കുന്നത് ഹാർട്ട് അറ്റാക്കും മറ്റ് ഹൃദയ സംബന്ധിയായ അസുഖങ്ങളും തന്നെയാണ്. രണ്ടാമതായി തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്നത് വഴി ശരീരത്തിൻ്റെ ഒരു വശമൊക്കെ തളർന്നു പോകുന്ന തരത്തിലുള്ള സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതമാണ് രണ്ടാമതായി വരാറ്. പിന്നീട് പലതരം ക്യാൻസറുകൾ, ഡയബറ്റിസ്, മറ്റ് ശ്വാസകോശ അസുഖങ്ങൾ, അൽഷിമേഴ്സ് ഒക്കെയാണ് പിന്നീട് വരാറ്. അപ്പോൾ ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരണകാരണം അല്ലെങ്കിൽ കോസ് ഓഫ് ഡെത്ത് എല്ലാം പരിശോധിച്ചാൽ ഇവയെല്ലാം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ജീവിത രീതിയുമായി നല്ല രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത രീതിയിൽ, ലൈഫ് സ്റ്റൈലിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഇവയെ നമുക്ക് നീട്ടിവെക്കാനോ മാറ്റിവെക്കാനോ അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാനോ സാധിക്കും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം എന്ന് പറയുന്നത് അമിത തീറ്റ, ഓവർ ഈറ്റിങ്ങും അതേപോലെ എക്സസൈസ് ഇല്ലായ്മ, അതായത് സെഡൻഡറി ലൈഫ് സ്റ്റൈലും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓവർ ഈറ്റിംഗ് അല്ലെങ്കിൽ അമിത ഭക്ഷണമൊക്കെ നിർത്തി നല്ല രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഇവയിലെല്ലാം, ഈ മരണകാരണങ്ങളിലെല്ലാം തന്നെ ഗുണകരമായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. എന്നാൽ നമ്മൾ മലയാളികളുടെയും പ്രവാസികളുടെയും എല്ലാം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഓവർ ഈറ്റിംഗ് തന്നെയാണ്. നമ്മൾ ദിവസവും ഒരു 3 നേരമെങ്കിലും ഹെവി മീൽ തന്നെ എടുക്കും. ഇതുകൂടാതെ ചായയും മറ്റ് സ്നാക്സുകളും അല്ലെങ്കിൽ സുലൈമാനിയും മറ്റ് കടികളും എല്ലാം ഉപയോഗിക്കും. ശരിക്കും പറഞ്ഞാൽ, ആരോഗ്യകരമായി പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ഇത്രയും ഭക്ഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്ന് മാത്രമല്ല, ഈ അമിത ഭക്ഷണം നമ്മുടെ ശരീരത്തെ പ്രതികൂലമായി അല്ലെങ്കിൽ ഹാനികരമായാണ് ബാധിക്കുക. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ എവിടെ നോക്കിയാലും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാണുക. നമ്മെ കൂടുതൽ തിന്നാനും കുടിക്കാനുമുള്ള പ്രോത്സാഹനമാണ് നമ്മുടെ ചുറ്റിലും. TV-യിലും റേഡിയോയിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം മുഴുവനും രുചിയൂറുന്ന, കൊതിയൂറുന്ന ഭക്ഷണങ്ങളുടെ പരസ്യങ്ങളാണ്. പിസ്സ, ബർഗർ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം, കുഴിമന്തി, അൽഫാം തുടങ്ങിയ ഗംഭീരമായ ഭക്ഷണങ്ങളുടെ ഗംഭീരമായ പരസ്യങ്ങൾ. വീണ്ടും വീണ്ടും കഴിക്കാനാണ് അല്ലെങ്കിൽ കഴിച്ച് തടിച്ചു കൊഴുക്കാനാണ് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം നമ്മെ പ്രേരിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഭക്ഷണ നിയന്ത്രണത്തെക്കുറിച്ചും ഹെൽത്തി ഈറ്റിങ്ങിനെ കുറിച്ചുമൊക്കെയുള്ള പരസ്യങ്ങൾ നമ്മൾ വളരെ കുറച്ചേ കാണൂ. കാരണം നമ്മൾ ഭക്ഷണമൊക്കെ നിയന്ത്രിച്ച് ഹെൽത്തിയായി അസുഖങ്ങളിൽ നിന്ന് ഫ്രീ ആയിരിക്കുന്നത് ഈ ഫുഡ് കമ്പനികൾക്കോ മൾട്ടിനാഷണൽ കമ്പനികൾക്കോ കുത്തക മരുന്ന് കമ്പനികൾക്കോ ഒന്നും അത്ര താല്പര്യം കാണില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഹെൽത്തി ഈറ്റിംഗ് അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുള്ള പരസ്യങ്ങൾക്ക് വേണ്ടിയൊന്നും അത്ര കാശും മുടക്കില്ലല്ലോ. അപ്പോൾ ഇവിടെയാണ് ഈ ഫാസ്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ വ്രതത്തിൻ്റെ റോള്. ഈ ഒരു സാഹചര്യത്തിലാണ് ഡയറ്റിംഗ്, LCHF ഡയറ്റ്, കീറ്റോ ഡയറ്റ്, എഗ് ഡയറ്റ്, വാട്ടർ ഫാസ്റ്റിംഗ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, റിലീജിയസ് ഫാസ്റ്റിംഗ് ഒക്കെ കടന്നു വരുന്നത്. എല്ലാ മതങ്ങളിലും ഈ ഫാസ്റ്റിംഗ് ഉണ്ട്. രീതികളിലും ഭക്ഷണത്തിലും സമയത്തിലുമൊക്കെ മാറ്റമുണ്ടെങ്കിൽ പോലും ഹിന്ദുമതത്തിലും ക്രിസ്ത്യൻ മതത്തിലും ബുദ്ധമതത്തിലും ജൈനമതത്തിലും ഇസ്ലാം മതത്തിലും എല്ലാം ഈ ഫാസ്റ്റിംഗ്, പല രീതികളിലുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എല്ലാ ഫാസ്റ്റിങ്ങുകളും പ്രധാനവുമാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് റിലീജിയസ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ഫസൽ റഹ്മാൻ, അബുദാബിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് റമദാൻ മാസത്തിൽ ഏകദേശം 12-14 മണിക്കൂറോളം നേരം ഭക്ഷണവും വെള്ളവും എല്ലാം ഉപേക്ഷിച്ച് വളരെ സ്ട്രിക്റ്റായി, വളരെ എക്സ്ട്രീമായി അനുഷ്ഠിക്കുന്ന റമദാൻ മാസത്തിലെ നോമ്പിനെ കുറിച്ചാണ്. ഇത് ആരോഗ്യപരമായി പറഞ്ഞാൽ നല്ലതാണോ ചീത്തയാണോ എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യം ഈ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ലോകം മൊത്തം ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേകതരം ഫാസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അതായത് ദിവസത്തിലെ ഭൂരിഭാഗം സമയം, ഏകദേശം ഒരു 16-18 മണിക്കൂറോളം നേരം ഭക്ഷണം കഴിക്കാതിരിക്കുകയും അതിനുശേഷം വളരെ കുറച്ച് സമയം, ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ മാത്രം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു ഫാസ്റ്റിംഗ് രീതിയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. ഇതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചും ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചുമൊക്കെ മനുഷ്യരിലും എലികൾ പോലെയുള്ള മറ്റ് മൃഗങ്ങളിലും നടത്തിയ ശാസ്ത്രീയ പഠനങ്ങൾ വഴി, സയൻറ്റിഫിക് സ്റ്റഡീസ് വഴി തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ സ്ട്രിക്റ്റായി, ഇതിൽ കൂടുതൽ എക്സ്ട്രീമായി ഒരു മാസം മുഴുവൻ ഒരു ഉപേക്ഷയും കരുതാതെ, ഒരു ചീറ്റ് ഡേയും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ അനുഷ്ഠിക്കുന്ന ഒരു അനുഷ്ഠാനമാണ് ഈ റമദാൻ മാസത്തിലെ നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് ലഭ്യമാകുന്ന എല്ലാ ഫലപ്രാപ്തിയും എല്ലാ ഹെൽത്ത് ബെനിഫിറ്റ്സുകളും ഈ റിലീജിയസ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ റമദാനിലെ ഈ നോമ്പ് മാസത്തിലെ ഫാസ്റ്റിംഗ് കൊണ്ടും ലഭ്യമാണ്. ഹെൽത്തി ലിവിങ്ങിനും ഹെൽത്തി ഈറ്റിങ്ങിനും മികച്ച ഭക്ഷണ രീതികൾക്കും വേണ്ടിയുള്ള ഒരുപാട് സയൻറ്റിഫിക് ആയ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ഒരു മതമാണ് ഇസ്ലാം. ഈ ഓവർ ഈറ്റിംഗ്, അമിത ഭക്ഷണം തടയാനും മികച്ച മിതമായ രീതിയിലുള്ള ഭക്ഷണത്തിനും വേണ്ടിയുള്ള ചില പ്രധാനപ്പെട്ട പ്രവാചക വചനങ്ങളുണ്ട്. അവയിലെ 4 നമുക്കിന്ന് പരിശോധിക്കാം. അപ്പോൾ ഒന്നാമത്തെ പ്രവാചക വചനം, പ്രൊഫറ്റ് മുഹമ്മദ് സെഡ്, എ ഹ്യൂമൻ ബീയിങ് ഫിൽസ് നോ വേഴ്സ് വെസൽ ദാൻ ഹിസ് സ്റ്റൊമക്. ഒരു മനുഷ്യന് നിറക്കാൻ പറ്റിയ വെസൽ അല്ലെങ്കിൽ പാത്രങ്ങളിൽ ഏറ്റവും മോശമായ വെസൽ, പാത്രം, അവൻ്റെ സ്റ്റൊമക് അല്ലെങ്കിൽ വയറ് ആണ്. ഇനി രണ്ടാമത്തത്, ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ എ ഹ്യൂമൻ ബീയിങ് ടു ഈറ്റ് എ ഫ്യൂ മൗത്ത്ഫുൾ ടു കീപ് ഹിസ് സ്പൈൻ സ്ട്രെയിറ്റ്. ഒരു മനുഷ്യന് അവൻ്റെ സ്പൈൻ സ്ട്രെയിറ്റ് ആക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ നിലനിൽക്കാൻ
ഫ്യൂ മൗത്ത് ഫുൾ, കുറച്ച് വായിൽ കൊള്ളുന്ന അത്രയും പിടി ഫുഡ് മാത്രം കഴിക്കേണ്ട അത്യാവശ്യമേ ഉള്ളൂ. ഇനി 3, ബട്ട് ഇഫ് ഹി ഫിൽ ഇറ്റ് ദെൻ 1/3 ഫോർ ഫുഡ്, ദെൻ 1/3 ഫോർ ഡ്രിങ്ക് ആൻഡ് 1/3 ഫോർ എയർ. ഇനി അഥവാ അവൻ വയറ് നിറക്കാനാണ് പ്ലാനെങ്കിൽ അവൻ അവൻ്റെ വയറിൻ്റെ 1/3 ഭാഗം ഫുഡ് ഭക്ഷണത്തിനും, 1/3 ഭാഗം ഡ്രിങ്ക് അല്ലെങ്കിൽ വെള്ളത്തിനും, ബാക്കി 1/3 ഭാഗം എയർ അല്ലെങ്കിൽ ഒഴിച്ചിടുകയും ചെയ്യട്ടെ. ഇനി 4, ഇബ്നു ഉമർ പറയുന്നു, എ മാൻ ബെൽച്ചഡ് ഇൻ ദ പ്രസൻസ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സോ ഹി സെഡ്, റിസ്ട്രെയിൻ യുവർ ബെൽച്ചിങ് ഫ്രം അസ്, ഫോർ ഇൻഡീഡ് ദോസ് ഹു ആർ ഫിൽഡ് മോസ്റ്റ് ഇൻ ദ വേൾഡ് വിൽ ബി ദ ഹംഗ്രിയസ്റ്റ് മാൻ ഓൺ ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്. ഒരാൾ പ്രവാചകൻ്റെ മുന്നിൽ ബെൽച്ചിങ്, അതായത് ഏമ്പക്കം വിട്ടു. അപ്പോൾ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഏമ്പക്കത്തെ ഞങ്ങളിൽ നിന്നും നിയന്ത്രിക്കുക. തീർച്ചയായും ഈ ലോകത്ത് വെച്ച് വയറ് ഫുള്ള് നിറച്ച് പൂർണ്ണമായും വിശപ്പ് മാറ്റിയവനാണ് മോസ്റ്റ് ഹംഗ്രിയസ്റ്റ് മാൻ ഓൺ ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്, അതായത് ഏറ്റവും വിശപ്പുള്ള ആൾ വിചാരണ നാൾ. ഇനി ഫൈനൽ തോട്ട്. മാസങ്ങളിൽ വെച്ച് ഏറ്റവും അനുഗ്രഹീതമായ മാസം എന്നാണ് ഇസ്ലാം ഈ മാസത്തെ വിശേഷിപ്പിക്കുന്നത്. ആത്മസംസ്കരണത്തിനും ആത്മസംയമനത്തിനും സഹനത്തിനും സെൽഫ് കൺട്രോളിനും അന്യൻ്റെ വിശപ്പ് എന്ന വികാരം മനസ്സിലാക്കുന്നതിനും അൾട്ടിമേറ്റ്ലി ദൈവപ്രീതിക്കും വേണ്ടിയാണ് ഈ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത്. അല്ലാതെ ആരോഗ്യകരമായ ഗുണങ്ങൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല. പക്ഷേ ആരോഗ്യപരമായി ചിന്തിച്ചാലും ഈ മാസം നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് ഇത് അനുഗ്രഹീതമായ ഒരു മാസം തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഈ ഫാസ്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ നോമ്പിൻ്റെ സമയത്ത് എന്താണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് എന്ന് നോക്കാം. പിന്നീട് ഈ നോമ്പിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, അതായത് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് പരിശോധിക്കാം. പിന്നെ 3ാമത്തെ വീഡിയോയിൽ ഈ നോമ്പിൻ്റെ എല്ലാ ഹെൽത്ത് ബെനിഫിറ്റ്സും പൂർണ്ണമായി ലഭിക്കാൻ നാം എങ്ങനെയാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത്, എന്താണ് കഴിക്കേണ്ടത്, എന്താണ് കഴിക്കാൻ പാടില്ലാത്തത് എന്നെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചാനൽ ഒരു ചെറിയ ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. റമദാൻ കരീം. അസ്സലാമു അലൈക്കും.